ഹലോ സ്റ്റുഡൻസ്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റലിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണിത്. അലോക് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇഷ്യൂ 20,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. അപ്പോൾ ഇഷ്യൂഡ് ഷെയർസ് എത്രയാണ്? ഇഷ്യൂഡ് ഷെയർസ് എന്ന് പറയുന്നത് 20,000, അതായത് പബ്ലിക്കിന് കൊടുത്തത് 20,000. അപ്ലിക്കേഷൻ 6, അലോട്ട്മെൻറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. നമുക്ക് മൊത്തം 10 രൂപയുണ്ടല്ലേ ഷെയറിന്. അപ്പോൾ 10 റുപ്പീസിൽ അപ്ലിക്കേഷൻ എത്രയാണ് അവർ പറയുന്നത്? അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 6. അപ്പോൾ ബാലൻസ് എന്ന് പറയുമ്പോൾ ബാലൻസ് എത്രയായിരിക്കും? 10 - 6 4 എന്ന് വെച്ചാൽ ഇത് അലോട്ട്മെൻറ്റ് എമൗണ്ട് ആണ്. മനസ്സിലായോ? അപ്ലിക്കേഷൻ 6ഉം അലോട്ട്മെൻറ്റ് 4. അപ്പോൾ ഞാനിവിടെ എഴുതി വയ്ക്കുകയാണ് അലോട്ട്മെൻറ്റ് 4 എന്നുള്ളത്, അപ്ലിക്കേഷൻ 6ഉം. ക്ലിയർ അല്ലേ? ഇനി എന്താ പറയുന്നത്? അപ്ലിക്കേഷൻസ് വർ റിസീവ്ഡ് ഫോർ 30 to 500 ഷെയർസ് ആൻഡ് പ്രൊറാറ്റ അലോട്ട്മെൻറ്റ് വാസ് മെയ്ഡ് ടു ദ അപ്ലിക്കൻസ് ഓഫ് 25,000. പ്രൊറാറ്റ അലോട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്നത് ഓൺലി 25,000 ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ഓൾ ദ ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദ എമൗണ്ട് ഡ്യൂ അപ് ടു അലോട്ട്മെൻറ്റ് except Charanesh, to whom 4,000 shares were allotted. അതോടെ മിസ്സായിട്ടുണ്ടായി ഞാൻ ഇത്. 2,000 ഷെയർസ് were allotted. അതായത് ചരണേഷിന് 4,000 ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ചരണേഷ് എന്ത് ചെയ്തിട്ടില്ല? ചരണേഷ് അലോട്ട്മെൻറ്റ് മണി അവിടെ പേ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാവരും പേ ചെയ്തു, പക്ഷെ ചരണേഷ് മാത്രം എന്ത് പേ ചെയ്തിട്ടില്ല? ചരണേഷ് നോട്ട് പെയ്ഡ് അലോട്ട്മെൻറ്റ് മണി. മനസ്സിലായോ? എമൗണ്ട് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് ബൈ ചരണേഷ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് നമുക്ക് 2 സ്റ്റെപ്സാണ് ഉള്ളത്. മനസ്സിലായോ? ആ സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. ഞാൻ ആദ്യം ആ സ്റ്റെപ്പ് എഴുതാം. ഈ ക്വസ്റ്റ്യൻ കാണാൻ നമുക്ക് ആവശ്യം ഇവിടെ 2 സ്റ്റെപ്സാണ്. ഓക്കെ, 2 സ്റ്റെപ്പ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സംഭവം കിട്ടും. ഏതൊക്കെയാണ് 2 സ്റ്റെപ്പ്? അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആൻഡ് എക്സസ് മണി അഡ്ജസ്റ്റഡ് ഓൺ അലോട്ട്മെൻറ്റ്. ഇതാണ് 2 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അതായത് ശരിക്കും അയാൾ അടയ്ക്കേണ്ട പൈസ എത്രയാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതായത് ഇവിടെ എന്ന് പറയുന്നത് ഫോർമുലയുണ്ട്. അലോട്ട് ഷെയർസ് ഇൻറ്റു അലോട്ട്മെൻറ്റ് മണിയാണ് എന്ത്? അലോട്ടഡ് ഷെയർസ് ഇൻറ്റു അലോട്ട്മെൻറ്റ് മണിയാണ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ എന്ന് പറയുന്നത്. അതായത് അടയ്ക്കേണ്ട പൈസ എത്രയായിരുന്നു? അലോട്ടഡ് ഷെയർസ് എത്രയാണ് അയാളുടെ? 4,000. ഇനി നമുക്ക് ഇതിൽ അലോട്ട്മെൻറ്റ് മണി എത്രയാണെന്ന് അറിയണം. അലോട്ട്മെൻറ്റ് മണി ഞാൻ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 4. അതെടുത്ത് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ പോരെ. 4,000 × 4 എത്രയാണ്? 16,000 ആണ് അയാൾ അടയ്ക്കാത്തതെന്ന് പറയുന്നത്. അയാൾ അടയ്ക്കേണ്ടിയിരുന്നത് 16,000 ആണ്. അത് അയാൾ പേ ചെയ്തിട്ടില്ല എന്നിവിടെ എക്സെപ്റ്റ് ചരണേഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇത് കണ്ടോ? എക്സെപ്റ്റ് ചരണേഷ് ടു ഹൂം 4,000 ഷെയർസ് വർ അലോട്ടഡ്. ബാക്കിയുള്ള ഷെയർസും അലോട്ട്മെൻറ്റ് മണി അടച്ചു, പക്ഷേ ആരടച്ചില്ല? ചരണേഷ് അടച്ചിട്ടില്ല. അപ്പോൾ എത്ര രൂപയായിരുന്നു അയാൾ അടയ്ക്കേണ്ടത്? 16,000. അത് അയാൾ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ അപ്ലിക്കേഷൻ്റെ സമയത്ത് അപ്ലൈഡ് ചെയ്ത സമയത്ത് എന്തെങ്കിലും എക്സസ് അടച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ അലോട്ടഡ് ഷെയർസ് നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷേ അപ്ലൈഡ് ഷെയർസ് അത് തന്നിട്ടില്ല. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം. അപ്ലൈഡ് ഷെയർസ് എങ്ങനെ കാണുക? അപ്ലൈഡ് ഷെയർസ് എന്ന് പറയുന്നതിൻ്റെ ഫോർമുല എന്താ? അലോട്ടഡ് ഷെയർസ് ഓഫ് shareholder divided by total allotted shares. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്ലൈഡ് ഷെയർസ് കണ്ടുപിടിക്കണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക എന്ത് വെച്ചിട്ട്? ടോട്ടൽ അപ്ലൈഡ് ഷെയർസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അലോട്ടഡ് ഷെയർസ് ഓഫ് ഷെയർ ഹോൾഡർ എന്താ? അലോട്ടഡ് ഷെയർസ് ഓഫ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് 4,000. അപ്പോൾ ആ 4,000 ഞാനിവിടെ ഫില്ല് ചെയ്യട്ടെ. 4,000 ഡിവൈഡഡ് ബൈ അലോട്ടഡ് ഷെയർസ് എത്രയാണ്? അലോട്ടഡ് ഷെയർസ്
അലോട്ടഡ് ഷെയർസ് 20,000. അപ്പോൾ ഞാൻ ആ 20,000 ഇവിടെ മാർക്ക് ചെയ്യുകയാണേ, ഇവിടെ ഫില്ല് ചെയ്യുകയാണേ. 20,000 ഇവിടെ ഫില്ല് ചെയ്തു. ഇനി എനിക്ക് എന്ത് വേണം? അപ്ലൈഡ് ഷെയർസ് വേണം. അപ്ലൈഡ് ഷെയർസ് ഞാൻ എന്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ? പ്രൊറാറ്റ. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രൊറാറ്റ 25,000. അപ്പോൾ ആ എമൗണ്ട് ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത്, അപ്ലൈഡ് ഷെയർസ് ഓഫ് ഷെയർ ഹോൾഡറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്ലൈഡ് ഷെയർസ് ഓഫ് ഷെയർ ഹോൾഡറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ അതാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ടോട്ടൽ അപ്ലൈഡ് ഷെയർസ് ആയിരിക്കണം. അപ്പോൾ ഞാനത് മൾട്ടിപ്ലൈ ചെയ്തു. 5,000 ഷെയർസ് വരും. അപ്പോൾ എനിക്കിനി ഇവിടെ ഫില്ല് ചെയ്യാമല്ലോ. ഞാനിനി ഇതാ ഈ അപ്ലൈഡ് ഷെയർസ് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. എത്ര എനിക്ക് കിട്ടിയത്? 5,000 ഷെയർസ്. അടുത്തത് എന്താ ഞാൻ കണ്ടുപിടിക്കേണ്ടത്? അലോട്ടഡ് ഷെയർസ്. അലോട്ടഡ് ഷെയർസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ 4,000 തന്നിട്ടുണ്ട്. ഞാൻ ആ 4,000 ഫില്ല് ചെയ്തു. ഇനി അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എന്താ? ഞാൻ ഇതിനൊക്കെ ഒരു കോളം ഇടുകയാണ്. 2 1 2 3 4 5. അപ്പോൾ തേർഡ് കോളം എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് കോളം ഇൻറ്റു അപ്ലിക്കേഷൻ മണി. ഫസ്റ്റ് കോളം എത്രയാണ്? 5,000. അപ്ലിക്കേഷൻ മണി എത്രയാണ്? 6. അപ്പോൾ 5,000 6 എത്രയാണ് വരുന്നത്? 30,000. ഓക്കെ. ഇനി ഷെയർ ക്യാപിറ്റൽ എങ്ങനെ കാണുക? സെക്കൻഡ് കോളം ഇൻറ്റു അപ്ലിക്കേഷൻ മണി 4,000. 4,000 ഇൻറ്റു 6 24,000. എക്സസ് എത്രയാണ് വരുന്നത്? 6,000. അപ്പോൾ ഇതാണ് നമുക്ക് എക്സസ് എമൗണ്ട് വരുന്നത്. ഈ 6,000 എവിടെ വരണം? ഇവിടെ വരണം. അപ്പോൾ ഇങ്ങനെ ആരൊന്നും ഇട്ട് വെക്കേണ്ട, നിങ്ങൾ വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ന് ഇവിടെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അവർ ചെക്ക് ചെയ്തോളും വർക്കിംഗ് നോട്ട് നമ്പർ. എന്നിട്ട് 6,000 ഇവിടെ എഴുതുക. ഈ എമൗണ്ട് ലെസ് ചെയ്യുക. അപ്പോൾ അയാൾ ഇനി അടയ്ക്കാതിരുന്നത് എത്ര മാത്രമാണ്? 10,000. 6,000 അയാൾ എവിടെ അടച്ചു? ആപ്ലിക്കേഷൻ മണി കൊടുത്ത സമയത്ത് 6,000 അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എമൗണ്ട് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് ബൈ ചർണേഷ്. ചർണേഷ് അടയ്ക്കാതിരുന്ന പൈസ എന്ന് പറയുന്നത് ഏതാ? അതുകൊണ്ടാണ് ചർണേഷ് അടയ്ക്കാതിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര? 10,000. മനസ്സിലായോ? ഫസ്റ്റ് ആൻസർ ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡ് ആൻസർ നോക്കാം. അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അല്ലേ? അതല്ല ജേർണൽ എൻട്രി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്, അതായത് കമ്പനിക്ക് ടോട്ടലായിട്ട് കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കമ്പനിയുടെ മൊത്തം അലോട്ട്മെൻറ്റ് മണി ഡ്യൂ എത്രയാണെന്ന് നമുക്കറിയണം. ഡ്യൂവിൻ്റെ ഫോർമുല എന്താ വരുന്നത്? അലോട്ടഡ് ഷെയർസ് ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി. അലോട്ടഡ് ഷെയർസ് ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി എത്രയാ അലോട്ടഡ് ഷെയർസ്? 20,000. 20,000 ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി എത്രയാണ് പറഞ്ഞതെന്നാണ്? 4 ഇൻറ്റു 4. അപ്പോൾ 80,000 ആണ് ശരിക്കും ഡ്യൂ എമൗണ്ട് വന്നിട്ടുള്ളത്. അത്രയും എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ ഇവിടെ? ഇല്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ മൈനസ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത സംഭവം, അതായത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ അതാണ് ഈ മൈനസ്. സെക്കൻഡ് മൈനസ് എന്ന് പറയുന്നത് നമ്മളെ ആൻസർ എത്രയായിരുന്നു? 10,000. അത് നമ്മൾ മൈനസ് ചെയ്യണം. അതായത് ചരണേഷ് അത്രയും പൈസ അലോട്ട്മെൻറ്റിൽ അടച്ചിട്ടില്ല. ഇനി ഇത് നമുക്കറിയില്ല. ഇത് നമ്മൾ വർക്കിംഗ് നോട്ട് നമ്പർ 2 കാണാം. വർക്കിംഗ് നോട്ട് നമ്പർ 2 കൊടുക്കാം. വർക്കിംഗ് നോട്ട് നമ്പർ 2ൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രൊറാറ്റ ടേബിളാണ്. എന്തിൻ്റെ പ്രൊറാറ്റ ടേബിൾ? കമ്പനിയുടെ മൊത്തം. അപ്പോൾ അത് അപ്ലൈഡ് ഷെയർ അറിയണം. പിന്നെ എന്തറിയണം? അപ്ലൈഡ് ഷെയർ കഴിഞ്ഞാൽ അലോട്ടഡ് ഷെയർസ് അറിയണം. പിന്നെ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് അറിയണം. ഷെയർ ക്യാപിറ്റൽ അറിയണം. എക്സസ് അറിയണം. ഓക്കെ. അപ്പോൾ എക്സസ് അപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റഡ് വരെ നമ്മൾ അറിയണം. അതായത് ഇതാണ് ഞാനിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ് ഓൺ അപ്ലിക്കേഷൻ സ്റ്റേജ്. അപ്ലിക്കേഷൻ്റെ സ്റ്റേജിൽ അലോട്ട്മെൻറ്റ് മണിയിലോട്ട് എത്രയാണ് അഡ്ജസ്റ്റ് ചെയ്തത്, അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അപ്ലൈഡ് ഷെയർസ് എത്രയാണ് നമ്മൾ എടുക്കേണ്ടത്? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത് പ്രൊറാറ്റ 25,000 ഷെയർസ്. അത് തന്നെ ഇവിടെ ചെയ്താൽ 25,000 ഷെയർസ്. അലോട്ടഡ് ഷെയർസ് എത്രയാണ്? 20,000. അപ്പോൾ അത് ഞാൻ ഇവിടെ എഴുതുകയാണ് 20,000 ഷെയർസ്. ഇനി ഞാൻ കണ്ടുപിടിക്കുന്നത് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ആണ്. അപ്പോൾ ഞാനിതിന് നമ്പർ ഇടുകയാണ് 1 2 3 4 5.
ഓക്കെ. അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എത്രയാണ് വരുന്നത്? അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം ഇൻറ്റു അപ്ലിക്കേഷൻ മണി. ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ എന്താ? സെക്കൻഡ് കോളം ഇൻറ്റു 6. അപ്പോൾ 25,000 ഇൻറ്റു 6 എന്ന് പറയുന്നത് എത്രയാ? 1,50,000. 20,000 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ, അതായത് സെക്കൻഡ് കോളം എന്ന് പറയുന്നത് 20,000 അല്ലേ? 20,000 6 എന്ന് പറയുമ്പോൾ 1,20,000. അപ്പോൾ ഇവിടെ എത്ര കിട്ടും നമുക്ക്? 3 - 4 ആണ് എക്സസ് എന്ന് പറയുന്നത്. തേർഡ് കോളം മൈനസ് ഫോർത്ത് കോളം. 1,50,000 മൈനസ് 1,20,000 30,000. അപ്പോൾ നമുക്ക് കിട്ടിയില്ല. അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ് ഓൺ അപ്ലിക്കേഷൻ സ്റ്റേജ് എത്രയാ? 30,000. അപ്പോൾ ഞാനിവിടെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ 30,000. ഇനി ഞാൻ 80,000 നിന്ന് 30,000 10,000 കുറച്ചാൽ എനിക്ക് എത്ര കിട്ടി? 40,000. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാ? ₹40,000. ക്ലിയർ ആയോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പ്രൊറാറ്റ ടേബിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യുക. ഞാൻ പ്ലേലിസ്റ്റ് ഇടാം ഷെയർസിൻ്റെ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.